വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു ക്രിസ്തു ലോകം മുഴുവന്റെയും രക്ഷകനെന്നാണ് ഈ വിശുദ്ധ ലൂക്ക സുവിശേഷത്തിലൂടെ നമ്മോട് അറിയിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അറിയേണ്ട സത്യവചനമാണ് ഈശോ. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമാവുന്ന ദൈവം ഇതാ വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ ദൈവം ഒരു ക്രിസ്മസിലൂടെ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ്. അതിന് നമ്മൾ ആധ്യാത്മികമായും ഭൗതികമായി ഒരുങ്ങുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നല്ലൊരു കുമ്പസാരത്തിലൂടെ, നല്ലൊരു കുർബാന ഒരുക്കത്തിലൂടെ എന്ന് മാത്രമല്ല, ഓരോ കുർബാനയും യേശു ജനിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ. യെശയ്യാ വിളിച്ചു പറഞ്ഞത്, കന്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കാരണം അവൻ നമ്മുടെ സകലരുടെയും കണ്ണീരൊപ്പുന്ന ദൈവമാണ്. നമ്മുടെ പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, സകലവിധ ബന്ധനങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ലോകത്തിന് ദൈവം കനിഞ്ഞൽകിയ ഏക നാമമാണ് യേശുവിന്റെ നാമം. ആ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകല മനുഷ്യർക്കും രക്ഷയുണ്ട്. ഈ രക്ഷ ലോകത്തിലുള്ള മാനവകുലം മുഴുവൻ ദൈവത്തെ അറിയണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പറയണം. ഈ ദിനങ്ങളിൽ നമ്മൾ ഒരുക്കപ്പെടുമ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ ഒരാളോടെങ്കിലും ഈശോ എന്ന് നാം പറഞ്ഞിട്ടുണ്ടോ? ഇനിയും പറയാൻ നമുക്ക് അവസരമുണ്ട്. നമ്മുടെ ജീവിതം ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം ദാനമായി നൽകുന്ന ഈ ദിനങ്ങളിൽ ഓരോ ദിവസവും ക്രിസ്മസ് ആഘോഷമാക്കി ഓരോ വിശ്വാസിയും മാറ്റിക്കൊണ്ട് മറ്റുള്ള മക്കൾക്ക് സ്വന്തം ജീവിതത്തിലൂടെ, സ്വന്തം വാക്കുകളിലൂടെ, സ്വന്തം പ്രവൃത്തിയിലൂടെ ഈശോയെ കൊടുക്കുവാനും അതുവഴി ഈശോ ഏക സത്യദൈവമാണെന്ന് മാനവകുലം അറിയുമ്പോൾ ദൈവപിതാവിന്റെ പദ്ധതി അനുസരിച്ച് ഈശോയുടെ 2-ാം വരവിന്റെ ദിനങ്ങൾ ദൈവത്തിനൊരുക്കാൻ സാധിക്കും. അതുവഴി ഈശോ രണ്ടാമത് ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും ഈ നാമത്തിലൂടെ രക്ഷ പ്രാപിക്കും എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം എന്ന് എഫേസോസ് 2:10 പറയുന്നത് പോലെ സൽപ്രവർത്തികൾ യേശുവിന്റെ നാമത്തെ ചെയ്യുവാൻ ഈ ക്രിസ്മസിലൂടെ കൂടുതൽ വിശുദ്ധമായി ഒരുക്കപ്പെട്ടുകൊണ്ട് ലോകത്തെ മുഴുവൻ രക്ഷയിലേക്ക് ആനയിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി നിറവേറട്ടെ. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ക്രിസ്മസ്.